ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് ആശാവർക്കർമാർ. പട്ടിണി കിടക്കുന്നവരുടെ ധർമ്മസമരം കണ്ട് ആ വീണ ജോർജ് ദില്ലിയിലേക്ക് ഓടിയൊളിച്ചിരിക്കുകയാണ്. 40 ദിവസമായി പറഞ്ഞു പറ്റിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ അങ്ങനെ സമരം കനക്കുകയാണ് തലസ്ഥാന നഗരിയിൽ. അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടുകൂടി മന്ത്രി ജീവനും കൊണ്ട് ദില്ലിയിലേക്ക് ഓടിയത് കേരളത്തിൽ വലിയ വാർത്തയായി. ഇന്നു മുതലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ നിരാഹാര സമരം ആരംഭിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ അവരോട് സംസാരിക്കാൻ പോയ ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടതാണ് ഏറ്റവും വലിയ തമാശ. അതായത് ആശാവർക്കർമാരുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാതെ ഈ സമരം അവസാനിപ്പിക്കണമെന്നാണ് ആരോഗ്യമന്ത്രി അവരോട് ആവശ്യപ്പെട്ടത്. അല്പമെങ്കിലും മാനവും മര്യാദയും ഉണ്ടെങ്കിൽ ഈ ആരോഗ്യമന്ത്രി എന്നു പേരുള്ള വീണ ജോർജ് ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യത ഉണ്ടോ എന്നാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങൾ കാണണമെന്ന മന്ത്രിയുടെ അഭിപ്രായമെങ്കിലും സമരക്കാർ വഴങ്ങിയില്ല. ആവശ്യങ്ങളൊന്നും സർക്കാർ പരിഗണിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യാതെ ഇങ്ങനെ സമരം നിർത്തണമെന്ന് പറയുന്നത് ആശാവർക്കർമാരെ പ്രകോപിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സമരം തുടരുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെയാണ് ഗത്യന്തരമില്ലാതെ വീണ ജോർജ് ദില്ലിയിലേക്ക് വെച്ചു പിടിച്ചത്. ഒരു ചുക്കും അവിടെ നിന്ന് കിട്ടാനും പോകുന്നില്ല. ഈ ഗതികെട്ട സർക്കാർ എല്ലാം ആദ്യം തന്നെ വാങ്ങിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നിരാഹാര സമരം സർക്കാരിനെ തകർത്തു കളയുമെന്ന് ഉറപ്പായതോടെയാണ് അതിന് മുന്നോടിയായി കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ചർച്ച മാത്രം ഇന്നലെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പുതിയ നിർദ്ദേശങ്ങളോ പരിഗണനകളോ ഒന്നും ചർച്ചയ്ക്ക് എടുത്തിട്ടേയില്ല. NHM മിഷൻ സ്റ്റേറ്റ് കോർഡിനേറ്ററുമായി ഇന്നലെ ഉച്ചയ്ക്ക് നടത്തിയ ഒരു ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി ചർച്ച നടന്നത്. ഇന്ന് നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരക്കാർ പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു ആരോഗ്യമന്ത്രി പെട്ടെന്ന് തന്നെ ചർച്ചയ്ക്ക് തയ്യാറായത്. സർക്കാർ ഖജനാവിൽ പണമില്ലെന്ന് ആരോഗ്യമന്ത്രിയും ചർച്ചയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്നലെ നടത്തിയ 2 ചർച്ചകളും പരാജയപ്പെട്ടതോടെ ആശാവർക്കർമാർ നിരാഹാരം ആരംഭിച്ചിരിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ മന്ത്രിമാർക്കും വാഹനങ്ങൾ വാങ്ങാനും ആഡംബര ജീവിതത്തിനും വേണ്ടി കോടികൾ ഇവിടെ പൊടിക്കുമ്പോഴും പാവം ആശാവർക്കർമാരുടെ പട്ടിണി മാറ്റാൻ ഇവിടെ ഒരു സർക്കാർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി സർക്കാരിന് രക്ഷയില്ല. ധർമ്മസമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ ആരോഗ്യമന്ത്രി VM സുധീരനും സമരപ്പന്തലിൽ എത്തിയതോടെ ആശമാർക്ക് ആവേശവും പ്രതീക്ഷയും വർദ്ധിച്ചിരിക്കുകയാണ് ഈ പ്രഭാതത്തിൽ തന്നെ. സുധീരനടക്കമുള്ള നേതാക്കൾ ന്യായത്തിന്റെ ഭാഗത്ത് നിലയുറപ്പിക്കുമെന്നും ഇന്നു മുതൽ പണി പാളുമെന്നുറപ്പിക്കുകയും ചെയ്തതോടെയാണ് വീണ മന്ത്രി ദില്ലിക്ക് രക്ഷപ്പെട്ടത് എന്ന് പറയേണ്ടി വരും. കേന്ദ്രത്തിന്റെ കയ്യിൽ എല്ലാ കണക്കുകളും ഉള്ളതുകൊണ്ട് അതങ്ങോട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ രാജ്യത്തിന് മുന്നിൽ വ്യക്തമാക്കി കൊടുക്കാനാണ് സാധ്യത. അതോടെ പോയതിനേക്കാളും വേഗതയിൽ വീണ മന്ത്രി തിരിച്ചു വരാനാണ് സാധ്യത ഏറെയും. മലബാറിലെ ഒരു പഴഞ്ചൊല്ലു കടമെടുത്താൽ നായ ചന്തക്ക് പോയ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും VM സുധീരൻ എത്തുമ്പോൾ ഉണ്ടായ ആവേശവും അദ്ദേഹത്തിന്റെ വാക്കുകളും നമുക്കൊന്ന് കണ്ടു നോക്കാം. നിരാഹാരത്തിലുണ്ടല്ലേ? അയ്യോ കണ്ടു തക്കുടി കണ്ടു, സന്നദ്ധല കണ്ടു, TV കണ്ടു. ഞങ്ങൾ നിരാഹാരം കിടന്നിട്ടില്ല സാർ. ഇതുവരെയ്ക്ക് ഇങ്ങനൊരു സമരത്തിലോട്ട് ഞങ്ങൾ വന്നിട്ടില്ല. നിരാഹാരം കിടന്നിട്ടുമില്ല. പക്ഷേ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിത കാര്യങ്ങളിലൂടെ ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്. അതിൽ മാത്രമേ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. നിരാഹാരം കിടന്ന് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഇവിടം വരെ വന്ന് എത്തിച്ചത് നമ്മളെ ഗവൺമെന്റ് ആണ്. എൻ്റെ പേര് ഷീജ. എവിടെ സ്ഥലം? പുതുക്കുറിശിയാണ്. ഇവിടെ തിരുവനന്തപുരം പെരുമാതുറ പുതുക്കുറിശി. എന്തായാലും VM സുധീരൻ അദ്ദേഹം ഇപ്പോൾ ആശാപ്രവർത്തകർക്ക് നേരത്തെ തന്നെ പിന്തുണ അർപ്പിച്ചാണ്. ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം, സാർ, ഈ സമരം ഇങ്ങനെ തുടരുകയാണ്, പിന്നെ നിരാഹാരത്തിലേക്ക് കിടക്കുന്നു. ആശാ സഹോദരിമാരുടെ സമരം ഒരു പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 39 ദിവസമായി ആദ്യമായിട്ടാണ് സർക്കാർ ഒരു ചർച്ചയുമായി വന്നത്. പക്ഷേ ചർച്ച ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ വലിയൊരു പ്രത്യാശ തോന്നിയിരുന്നു, പ്രതീക്ഷ തോന്നിയിരുന്നു. പക്ഷേ ചർച്ച സമാപിച്ചു കഴിഞ്ഞപ്പോഴാണ്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ പ്രതികരണമെല്ലാം കണ്ടപ്പോഴാണ് ഇതൊരു പാഴ്വേലയാണ്,
തികഞ്ഞ ഒരു പ്രഹസനം. ആശാ സഹോദരിമാരുടെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. അതൊരു പ്രഹസനം, തികഞ്ഞ പ്രഹസനം മാത്രമായി മാറുകയായിരുന്നു. ഒരു ഗവൺമെൻറ് ഇങ്ങനെയാണ് ഒരു പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്? എനിക്ക് അത്ഭുതപ്പെടുകയാണ്. എത്രയോ സർക്കാരുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. എന്തെല്ലാം സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പുതിയ കാര്യമല്ലല്ലോ. സമരം പുതിയ കാര്യമാണോ? എത്രയോ സമരം ചെയ്ത് പാരമ്പര്യമുള്ള പാർട്ടി നേതാക്കന്മാരാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. സമരം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ സമരം ചെയ്യുന്നവരുമായി ചർച്ച നടത്തുക എന്നുള്ളത് ഏതൊരു സർക്കാരിൻ്റെയും ഏതൊരു ഭരണാധികാരിയുടെയും പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് സമരം ചെയ്യുന്ന, പ്രത്യേകിച്ചും കേരളത്തിലെ ആരോഗ്യരംഗത്ത് നിസ്വാർത്ഥ പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആശാപ്രവർത്തകരെ ഒന്നാമത് സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു. അവർ നിവേദനം കൊടുത്തപ്പോൾ തന്നെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു. പക്ഷെ അതേ സമയത്ത് അവർ സമരത്തിലേക്ക് തള്ളിവിട്ടു. 39ാമത്തെ ദിവസമാണ് ചർച്ച നടത്തുന്നത്. ഇപ്പം ഇതാ അവർ നിരാഹാര സമരത്തിന് നിർബന്ധിതമാകുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മന്ത്രി ഇന്ന് ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ് ചർച്ചകൾ നടത്താൻ. മന്ത്രി വൈകി വന്ന് വിവേകം എന്നല്ലാതെ എന്ത് പറയാനാണ്? എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം ഇങ്ങനെയല്ല ഒരു ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ സർക്കാരിൻ്റെ സമീപനം ഒരിക്കലും ഇതാകരുത്. ഇതൊരു മുതലാളിത്ത ഗവൺമെൻറ്റിൻ്റെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നവഫാസിസത്തിൻ്റെ ആകർഷണ വലയത്തിൽ പെട്ടോ എന്ന് ന്യായമായി സംശയിക്കാവുന്ന രീതിയിലാണ്. അവർ കമ്മ്യൂണിസ്റ്റ് മെത്തേഡല്ല, ജനാധിപത്യ മെത്തേഡല്ല, ഒരു നവഫാസിസ്റ്റ് സമീപനമാണ് ഈ സമരത്തോട് തന്നെ കാണിക്കുന്നത്. സമരത്തെ അടിച്ചമർത്താൻ എന്തൊക്കെ ചെയ്തു? ശരിക്കും പറഞ്ഞാൽ സർ CP-യുടെ ഭരണത്തെയാണ് നമ്മൾ ഓർക്കുന്നത്.